KPCC പുനഃസംഘടന നടന്നു. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചു. 4 വൈസ് പ്രസിഡന്റുമാർ 11 ഉയർന്നു. 13 23 ജനറൽ സെക്രട്ടറിമാർ 59 58 58. എന്തായാലും ഉയർച്ച ഒരു വലിയ നേട്ടത്തിലേക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് കേരള ജനസംഖ്യയുടെ പകുതി പേരും KPCC ഭാരവാഹികളായി. അങ്ങനെയില്ല, പിന്നെ ഹോള് നിറയുന്നിടം വരെ ഉള്ളൂ. എന്നാൽ പിന്നെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞത്? ആ ഹോളിലിടുന്ന കസേര നിറയുന്നിടം വരെ, പിന്നെ വന്നാൽ അഡീഷണൽ കസേര ഇല്ല, അതില്ല. അത്രേ. ഞാനിപ്പോൾ കേൾക്കുന്നത് 2 പേർ, ഒരാളുടെ ഉറക്കെയുള്ള കരച്ചിലും ഒരാളുടെ ഗദ്ഗതങ്ങളും കേൾക്കുന്നുണ്ട്. അതെങ്ങനെയാ? ഷമ മുഹമ്മദ് എന്ന് പറയുന്ന ഒട്ടും ക്ഷമയില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ. അതെ. എനിക്ക് വലിയ ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ഈ അന്തിച്ചർച്ച നോക്കും ചാനലുകളിൽ. എന്തെങ്കിലുമൊക്കെ സംഘർഷം, നമ്മൾ മനുഷ്യരല്ലേ. അപ്പം ഞാൻ അവിടെ നോക്കിയിട്ട് ഏതിലാണ് ഷമ മുഹമ്മദ് ഉള്ളത് നോക്കുക. ആ ഷോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ ടെൻഷനും പോയി നമ്മൾ ഭയങ്കര ഫ്രീ ആവും. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനായിരിക്കും. എന്തൊരു അവർ പറയുന്നത് കേട്ടാൽ ശരി. എൻ്റെ കാലിനടിയിൽ ഒരു ഇറ്റാലിയൻ പാസ്പോർട്ട് കിടപ്പുണ്ട്, ഞാൻ അങ്ങോട്ട് പോകും എന്നൊക്കെ പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു സാധനമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ യുവരാജ് ഗോകുൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ചേച്ചി എനിക്ക് ട്രോളണമെന്നുണ്ട്, പക്ഷെ ട്രോളൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ ചേച്ചി ഇങ്ങനെ വെള്ളത്തിലൊക്കെ നനഞ്ഞ് കുളിച്ച് ചില ഈ പ്രണയത്തൂവും പവിഴമഴ ഭാനുപ്രിയയുടെ ഡാൻസ് ഇല്ലേ, അതുപോലെ നനഞ്ഞൊക്കെ വന്നൊരു പോലീസ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന ഒരു വല്ലാത്തൊരു പടമുണ്ട്. ഒരു ജലപീരങ്കി പ്രയോഗത്തിൽ മുമ്പ് ഏതോ ഒരു സിനിമയിൽ മഴയത്ത് ഒരു പ്രണയരംഗം അനുഭവിച്ച് വിരള വിവശയായി ഒരു നായിക ഇരിക്കുന്ന പോലുള്ള ചിത്രം. അതുകൊണ്ടായിരിക്കും യുവരാജ് ഗോകുലിൽ ട്രോളണമെന്നുണ്ട്, ഞാൻ ട്രോളുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം ശവത്തിൽ കുത്താൻ പാടില്ലല്ലോ. ഈ ഷമ മുഹമ്മദിന്റെ കരച്ചിൽ ഷമ ഇതിൽ പോസ്റ്റ് ചെയ്തു. കഴിവ് നോക്കിയിട്ടാണോ, അർഹതയ്ക്കാണോ അംഗീകാരം എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ പ്രതിഷേധം നടത്തും എന്നൊക്കെ പറയുന്ന ആ ചേച്ചിക്ക് പ്രതിഷേധിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അവർ മുമ്പേ പറഞ്ഞിരുന്നു, എനിക്ക് ഇത്തവണ പുനഃസംഘടിപ്പിക്കുമ്പോൾ ഒരു പോസ്റ്റ് കണ്ടു, ഇവിടെ ഒരു MLA ആവുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലോക്സഭാ സീറ്റ് പങ്കുവച്ചപ്പോൾ പുള്ളിക്കാരി ആഗ്രഹിച്ചു, കിട്ടിയില്ല. അങ്ങനെ ഓരോ സമയവും സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധിയായിട്ട് നല്ല അടുപ്പമുണ്ട്. അതിലേക്കുപരി അവർക്കൊരു പാരമ്പര്യമുണ്ട്, ഇറ്റാലിയൻ പാരമ്പര്യം. നേരത്തെ കാലിനടിയിൽ പാസ്പോർട്ട് കിടക്കുന്നത് ഇറ്റലിക്കാരനാണ് ഭർത്താവ്, അറിയാമോ? ഇല്ല. ഒരു പല്ല് ഡോക്ടറാണ് അല്ലേ? പല്ല് ഡോക്ടറാണ്, ഇറ്റലിക്കാരൻ ഭർത്താവാണ്. ഇറ്റലിക്കാരൻ ഭർത്താവിന് പാകിസ്ഥാനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് പോയിട്ട് ഈ മറ്റേ അമ്മയുണ്ടല്ലോ, മറ്റേ ഇറ്റലിക്കാരി അമ്മയോട് പോയി പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒരേ രാജ്യക്കാരാണ്, എൻ്റെ ഭർത്താവ്, ഇറ്റാലിയൻ രക്തം എൻ്റെ സിരകളിലൂടെയും ഒഴുകുന്നുണ്ട്. കുട്ടികളുണ്ടോ ക്ഷമയ്ക്ക്? അറിയില്ല. അത് അവരുടെ പേഴ്സണൽ കാര്യം. ഏതായാലും ഇറ്റാലിയൻ രക്തത്തിൻ്റെ ഒരു പൈതൃകം പാരമ്പര്യമൊക്കെ അവകാശപ്പെടാമെന്ന്. പക്ഷേ അങ്ങോട്ട് പോയി കാണാൻ KC വേണുഗോപാൽ സമ്മതിക്കത്തില്ല. അവിടെ ബ്ലോക്ക് KC സമ്മതിച്ചല്ലോ. അന്ന് പിന്നെ ഈ പപ്പുമല്ല, രാഹുൽ ഗാന്ധിയെ കാണണമെന്ന് വെച്ചാൽ അദ്ദേഹം കൊളംബിയയിൽ ഭാര്യയും പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അപ്പോൾ അവിടെയും രക്ഷയില്ല. പിന്നെയാണ് ഇവർ കണ്ണൂർ പൊളിറ്റിക്സിൽ നിന്ന് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കണ്ണൂർ ചില പരിപാടിക്കൊക്കെ പോയി. അപ്പോഴാണ് നമ്മുടെ സുധാകരൻ ചോദിച്ചത്, ഷമ മുഹമ്മദ് അതാര് ഓർക്കുന്നില്ല? അപ്പോൾ അവരവിടെ പോയി കുറേ പരിപാടിയിലൊക്കെ പങ്കുപെടുത്തു. അത് സുധാകരൻ മാത്രമല്ല, ശരിക്കും ഷമ മുഹമ്മദിൻ്റെ വളർച്ച തടയുന്ന ആരാന്നറിയോ? KC വേണുഗോപാല. കണ്ണൂർ 2 പേരോ, ഞാൻ കണ്ണൂർക്കാരനാ അല്ലേ, KC കണ്ണൂർക്കാരനാ, എൻ്റെ കണ്ണൂരിൽ നിന്ന് വേറൊരാൾ വേണ്ട എന്ന് KC വേണുഗോപാലും സുധാകരനും ഒരേപോലെ തീരുമാനിച്ചപ്പോൾ അവിടെയും രക്ഷയില്ല. പിന്നെ ഇപ്പോൾ വല്ലാതെ ഗതികെട്ട് ഇത്തവണ ഒരു കമ്മിറ്റിയിലെങ്കിലും വെക്കാമായിരുന്നില്ലേ? അതുമില്ല. ഇപ്പം ഇനി എന്ത് പോസ്റ്റ്, വക്താവ് ചാനലിൽ വന്നിരുന്നിട്ട് കോമഡി ഷോ നടത്താമെന്നുള്ളൊരവസ്ഥ. പക്ഷേ അവർ പരസ്യമായി കരയുന്നുണ്ട്, എനിക്ക് ഇതാണോ കഴിവാണോ മാനദണ്ഡം എന്നൊക്കെ ചോദിച്ച് പോസ്റ്റ് ഇട്ടു. പക്ഷെ കേൾക്കുന്നില്ലേ? ഒന്ന് കാതോർത്ത് നോക്കൂ, കേൾക്കുന്നില്ല. ഒരു കരച്ചിൽ കേൾക്കുന്നില്ലേ? ചെറുതായിട്ട്. പാലക്കാട് നിന്ന് എന്താ ചിരിക്കുന്നത്? അല്ല, കരച്ചിലിന് എന്താ കൈ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞത്? എവിടെ? 10 ദിവസം ജയിലിൽ പോയി, ജാമ്യം പോലും. 10 ദിവസം ജയിലിൽ പോയി കിടന്നപ്പോഴത്തേക്ക് സഹമുറിയന്മാർ സംശയത്തോടെ എന്നെ സമീപിക്കുന്നു എന്ന് പരാതി പെട്ടു എന്നൊക്കെ വാർത്ത വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ. അറിയത്തില്ല, കൂടെ കിടക്കുന്നവൻ രാത്രി എന്തെങ്കിലും ആട്ടെ, കാര്യം മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്തയൊക്കെ പരതും. ഞാൻ പറയുന്നത് പക്ഷെ എന്നിട്ട് അങ്ങനെയൊക്കെ ത്യാഗനിർഭരമായ സംഭാവനകൾ നൽകിയ സന്ദീപ് വാര്യർക്ക് 58 പേരിൽ ഒരു ജനറൽ സെക്രട്ടറി ആയില്ലേ? 58 പേരില്ല, 58. ഞാനിപ്പോൾ കണക്ക് കൂട്ടി. കേരളത്തിൽ എത്ര ജില്ല? 14 ജില്ല. 58 ഞാൻ 14 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എത്ര കിട്ടുക? 4 പോയിന്റ് 4.142
857142851 അത്രയും ഒരു ജില്ലയ്ക്ക് അത്രയും ജനറൽ സെക്രട്ടറിമാർ. അതിലൊരാൾ 4 ജില്ലയ്ക്ക് ഒരു ജനറൽ സെക്രട്ടറി വെച്ചിട്ടുണ്ട്. 58 പേരെന്ന് പറയുമ്പോൾ 58 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാവാനാണോ ഈ മനുഷ്യൻ ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് തന്നെ പോറ്റി വളർത്തി തന്നെ ആളാക്കിയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചിട്ട് പോയി മേടിച്ചിരിക്കുന്ന 58-ലൊന്ന് BJP ഉണ്ടായിരുന്നപ്പോൾ സന്ദീപ് വാര്യർ ആരായിരുന്നു? പല രംഗത്തും ഒന്നാമനായിരുന്നു അല്ലേ? അതെ. ഇതാണ് സ്വയം കൃതാർത്ഥം. അപ്പോൾ സന്ദീപിൻ്റെ അടുത്ത് ചിലപ്പോൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ പിടിച്ചു നിൽക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. സന്ദീപ് വാര്യർ ഇപ്പോൾ 58-ലൊരാളാണ്. അപ്പോൾ മാത്രമല്ല, സന്ദീപ് വാര്യർ BJP ഉണ്ടായിരുന്ന കാലത്ത് സന്ദീപിന് എത്രയോ സമരങ്ങൾ BJP നടത്തിയിട്ടുണ്ടല്ലേ? സന്ദീപിൻ്റെ ദേഹത്ത് ഒരു നുള്ളും മണ്ണ് വാരിയിടാൻ ആരും ഉണ്ടായിരുന്നില്ല. BJP-ക്കാർ അതുപോലെ പൊന്നുപോലെ കാത്തുവെച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, സന്ദീപ് ഇങ്ങനെ ഇരിക്കുന്നു, ചുറ്റും വന്ന് കോൺഗ്രസ്സുകാരിരിക്കുക, സന്ദീപിനെ ലോക്കാക്കുന്ന പോലെ, ഇവന് 4 അടി കിട്ടണം എന്ന് പറഞ്ഞ പോലെ ഒരു കാരണവശാലും ഒരു അടി മിസ്സാവരുത് എന്ന് എഴുതിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇത് ഇടയ്ക്കുണ്ട് സന്ദീപ് ദേവസ്വം ബോർഡിന് നേരെ ഈ ശബരിമല വിഷയത്തിൽ സമരം നടത്തി. ദേവസ്വം ഓഫീസിന് മുന്നിൽ തേങ്ങ ഉടയ്ക്കുമെന്നാണ് പറഞ്ഞത്. ആ തേങ്ങ എടുത്ത് ദേവസ്വം ഓഫീസിലുണ്ട് അറിഞ്ഞ് ചില്ല് പൊട്ടി, അതിനാണ് അകത്ത് പോയത്. അക്രമം നടത്തി. ഇപ്പം നിയമം അനുസരിച്ച്, ഹൈക്കോടതി വിധി അനുസരിച്ച് അക്രമം നടത്തിയാൽ ആ നാശനഷ്ടങ്ങൾക്കുള്ള തുക കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂ. അങ്ങനെ തുക കെട്ടിവെച്ചിട്ടാണോ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. നിയമം അങ്ങനെയാണ്. പൊതുമുതൽ നശിപ്പിച്ചാൽ അങ്ങനെയാണ്. ഏതായാലും സന്ദീപ് വാര്യർക്ക് BJP-യിൽ പ്രവർത്തിച്ച കാലത്ത് അക്രമാസക്തമായ സമരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സമരങ്ങളാണ് ചില സമയത്ത് ശബരിമല കാലത്ത് നടന്നത്. നാമജപം ചൊല്ലുന്നത് അക്രമമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞതാണ്. അക്കാലത്ത് പോലും സന്ദീപ് വാര്യർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല. അപ്പോൾ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, എത്തിയില്ല. കാരണം ഒരുപക്ഷെ സന്ദീപ് വാര്യറിന് പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ നെഗറ്റീവ് ഒന്നും കാണണ്ട. സന്ദീപ് വാര്യർ ചിലപ്പോൾ അടുത്ത അസംബ്ലിയിൽ MLA ആകും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സാധ്യത തള്ളിക്കളഞ്ഞു. എങ്ങനെ ആകും? മലപ്പുറം ജില്ലയിലാണ് ഒരു സീറ്റ്. കറക്റ്റ്. അതാണ് കാരണം. സന്ദീപ് വാര്യർ വേറെ എവിടെ നിന്നാലും ജയിക്കില്ല. കാരണം BJP-ക്കാർ തിരിച്ചു കുത്തിയാണേലും തോപ്പിക്കും. അപ്പോൾ സന്ദീപിന് ആകെയുള്ള മാർഗം ലീഗിൻ്റെ കാല് പിടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ലീഗിന് വേണ്ടി നല്ല പണിയെടുക്കുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ലീഗിൻ്റെ ഏതെങ്കിലും സീറ്റ് ലീഗ് കൂടെ സമ്മതിക്കണം കേട്ടോ. കാരണം ചിലപ്പോ ഈ സംവരണം അങ്ങനെ വാര്യന്മാർക്ക് സംവരണം പണ്ട് രാമൻ MLA ആയതുപോലെ. അപ്പോൾ ലീഗിൻ്റെ ഏതെങ്കിലും സീറ്റിൽ ലീഗ് ത്യാഗം ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു സീറ്റിൽ സന്ദീപ് അങ്ങനെയൊക്കെ ലീഗ് ചെയ്താൽ അതിനാണ് അദ്ദേഹം ഈ പറയുന്ന പണിയെല്ലാം എടുക്കുന്നുണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ജയിക്കത്തില്ലെന്നറിയാം. അപ്പോൾ ലീഗിന്റെ ഒരു സീറ്റിൽ മത്സരിക്കാൻ കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ജയിക്കാം. അപ്പോൾ അതിനുവേണ്ടി സന്ദീപ് നല്ല പണിയെടുക്കുന്നത്. പക്ഷേ സന്ദീപിനെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു കേട്ടോ. പിന്നെ സന്ദീപ് വാര്യർ അതിനുശേഷവും നമ്മൾ ABC-യിൽ സന്ദീപിനെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ സന്ദീപിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ സന്ദീപിനെതിരെ നമ്മൾ നിരന്തരം വീഡിയോ ചെയ്തു എന്നൊക്കെ ഒരു ആക്ഷേപം സന്ദീപിനുണ്ടായിരുന്നു. സന്ദീപിനെ വിളിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അങ്ങനെയല്ല, ചില ഇഷ്യൂസ് വരുമ്പോൾ സന്ദീപിനെ കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ അത് പറയുന്നതിൻ്റെ പേരിൽ സന്ദീപ് നമ്മുടെ ഒരു റിപ്പോർട്ടറെ വിളിച്ചിട്ട് വളരെ മോശമായ ഭാഷയിൽ എന്നെ ഉൾപ്പെടെ ഒരുപാട് പറഞ്ഞപ്പോഴാണ് നമ്മൾ സന്ദീപിനെതിരെ അതിന് മറുപടി പോലൊരു വീഡിയോ ചെയ്തത്. ഒരു ജനാധിപത്യത്തിൽ സന്ദീപ് എന്നല്ല ആർക്കും ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അതെ. പക്ഷേ അതിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. അടുത്ത പ്രാവശ്യം UDF വരും കാണിച്ചു തരാം എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞത്. UDF വന്നിട്ട് ഇയാളൊന്ന് കാണിക്കട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഭീഷണിയൊക്കെ നമ്മളോട് ഇറക്കുകയാണെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. 8ആയിട്ട് മടക്കി സന്ദീപ് മടക്കി വെച്ചാൽ മതി. അത് സന്ദീപിനുള്ള മറുപടി കൂടിയാണ്. സന്ദീപിനെ ഈ പറഞ്ഞ പോലെ വല്ലാതെ ടാർഗറ്റ് ചെയ്യാനൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. സന്ദീപിൻ്റെ നിലപാടുകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം പറയും. കാരണം സന്ദീപിനെ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ, സന്ദീപിന് ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം. സന്ദീപ് ഇന്നലെ വരെ പറഞ്ഞ രാഷ്ട്രീയം അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് സംഘത്തെയും നരേന്ദ്രമോദിയെ പോലും ചീത്ത വിളിക്കുന്ന തരത്തിൽ സന്ദീപ് നിലപാടെടുത്തപ്പോൾ അത് നമ്മൾ കാണിച്ചു. അത് ശരിയല്ല. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ വളരെ മോശപ്പെട്ട ഭാഷയിൽ RSSനെയും നരേന്ദ്രമോദിയൊക്കെ ചീത്ത പറയുന്ന ആ നിലപാടിനോടാണ് നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നത്. ഏതായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ ഒരു 58 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് കട്ടുക്ക് മണിയോളം വലുതായതുകൊണ്ട് നമുക്ക് സന്ദീപിന് എല്ലാ
ആശംസകളും ആദരാഞ്ജലികളല്ല, ആശംസകൾ അർപ്പിക്കാം. പിന്നെയുള്ളത് ഞാൻ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയകാര്യ സമിതി ഒരു പുനഃസംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. രാഷ്ട്രീയകാര്യ സമിതി കണ്ടോ, 6 പേരെ പുതുതാക്കി. ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ, കേരളത്തിലെ കുപ്രസിദ്ധനായ ഹിന്ദു വിരുദ്ധനാണ് അല്ലേ. കാസർഗോഡ് അതുവരെ ചന്ദനക്കുറിയൊക്കെ നടന്ന ആള് കാസർഗോഡ് ചെന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നെറ്റിയിലെ ചന്ദനക്കുറി അപ്രത്യക്ഷമായി. കറുത്ത ഗണപതി പ്രസാദം പോലെയുള്ള, അല്ലെങ്കിൽ ശിവന്റെ ക്ഷേത്രത്തിലെ പ്രസാദം പോലെയുള്ള കരിപ്രസാദം എന്ന് പറയാം, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കാണുന്നില്ല. അത് തന്നെ അദ്ദേഹം എടുത്തിരിക്കുന്ന ഹിന്ദു വിരുദ്ധമായ നിലപാടാണ്. പിന്നെ ഹിന്ദുക്കളെന്നും RSS എന്നും BJP എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾക്ക് എന്തോ ജ്വരം ബാധിച്ചതുപോലെയാണ്. പിന്നെയുള്ളത് VK ശ്രീകണ്ഠൻ, അതേ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് VK ശ്രീകണ്ഠൻ. പിന്നെ ഡീൻ കുര്യാക്കോസ്, ഞാനൊന്നും പറയുന്നില്ല. പന്തളം സുധാകരൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഇതിനെക്കുറിച്ച് എന്തു പറയാനാണ്? കാറ്റത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമെന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്. പിന്നെ AK മണി, CP മുഹമ്മദ്, എനിക്കിവരെ വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. അറിയാമോ AK മണി ആരെന്ന്? ഇല്ല. CP മുഹമ്മദിനെ അറിയാം. പട്ടാമ്പി MLA. പട്ടാമ്പി. പിന്നീട് അദ്ദേഹത്തിന് അത്യാവശ്യത്തിൽ താടിയൊക്കെ ഉണ്ടായിരുന്നു ആ മനുഷ്യനല്ലേ. അതെ അതെ. പിന്നീട് ശാരീരികമായിട്ട് ഒത്തിരി അവശത കൊണ്ട് പുള്ളി മാന്യനായിരുന്നു. ഇപ്പൊ മഞ്ഞല്ലേ. അല്ല, അതുകൊണ്ടല്ല, അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഒതുക്കി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയുള്ളായിരുന്നു. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ ആരും വിളിക്കുന്നില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പദവി കൊടുക്കുന്നത്. അപ്പൊ ഏതായാലും ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു KPCCയുടെ ഒരു മീറ്റിംഗ് ചേരണമെങ്കിൽ എത്ര വലിയ ഓഡിറ്റോറിയം വാടക എടുക്കണം അല്ലേ? ഇപ്പൊ വലിയ വലിയ കൺവെൻഷൻ സെന്റർ ഇല്ലേ കല്യാണമൊക്കെ നടത്തുന്നത്, അതുപോലുള്ള സെന്ററൊക്കെ എടുത്തുകൂടെ? അവിടെ എന്ത് ചർച്ച നടക്കും? ഈ 58 പേരും 13 വൈസ് പ്രസിഡന്റുമാരും പിന്നെ ലിജു ഉണ്ടല്ലോ. ലിജു ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള നേതാവായിരുന്നു. ആലപ്പുഴ DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പല ഫയർ ബ്രാൻഡ് ഒന്നാന്തരം ചെറുപ്പക്കാരനാണ്. കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന കഴിവുള്ള, പ്രതിഭയുള്ള, അറിവുള്ള നേതാക്കന്മാരിലൊരാണ് എം ലിജുവിന് സംഘടനാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ചുമതല. സംഘടനാ സെക്രട്ടറി BJPയിലൊക്കെ ആണെങ്കിൽ സംഘടനാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ RSS നിന്ന് വിടുന്ന ആളാണ്. അതുകൊണ്ട് വലിയ പവർഫുള്ളാണ്. ഇപ്പോൾ അധ്യക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പവർഫുൾ പോസ്റ്റാണ് സംഘടനാ സെക്രട്ടറി. സംഘം വിടുന്നതാണ് രാഷ്ട്രീയ BJPയിലും മറ്റ് സംഘടനകളിലൊക്കെ, RSSുമായി വേണ്ട പരിവാർ സംഘടനകളിൽ. അങ്ങനെ ഒരു സംവിധാനം കോൺഗ്രസിനില്ല. എന്നാൽ പോലും ഒരു സംഘടനാ സെക്രട്ടറി എന്നൊരു പോസ്റ്റ് കൊടുത്ത ലിജുവിനെ കൊണ്ടുവന്ന് 13 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാക്കി. സത്യത്തിൽ ലിജുവിനെ ഒതുക്കി എന്നാണ് പറയുന്നത്. ഈ 13 വൈസ് പ്രസിഡന്റുമാർ. അപ്പോൾ KPCC പ്രസിഡന്റ് ആരാ? സണ്ണി ജോസഫ് അല്ലേ? ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം പാവം മനുഷ്യൻ, നല്ല മനുഷ്യനാണ്, ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ, ഒന്നിനുമില്ലാത്ത അദ്ദേഹത്തിന് ഒരു KPCC യോഗം ചേരുകയാണ്. അദ്ദേഹം വന്നില്ല. ആര് അധ്യക്ഷ സ്ഥാനത്തിരിക്കും? 13 വൈസ് പ്രസിഡന്റുമാർ തമ്മിൽ ഇടിയായിരിക്കും. ഞാൻ എന്ന് പറഞ്ഞ്. അപ്പോൾ 1ാം വൈസ് പ്രസിഡന്റ്, 2ാം വൈസ് പ്രസിഡന്റ് അങ്ങനെ തീരുമാനിക്കുമോ? അല്ല, ഈ 13 പേരും പ്രസന്റാണ്. സണ്ണി ജോസഫ് മാത്രം ഇല്ല. ആര് അധ്യക്ഷനാവും? നറുക്കിടം. ഇപ്പോൾ ശബരിമല മേൽശാന്തി വരെ നറുക്കിടുന്നു. അപ്പോൾ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഇരിക്കാനുള്ള വൈസ് പ്രസിഡന്റുമാരുടെ പേര് നറുക്കിടാൻ വേണ്ടി അടുത്ത വീട്ടിലെ കൊച്ചിനെ വിളിച്ച് ഒരു സ്വർണ്ണക്കുടത്തിലിട്ട് പേരിട്ടിട്ട് നറുക്കെടുക്കും. ഏതായാലും വലിയ അപഹാസ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ. വേണമെങ്കിൽ പറയാൻ കോൺഗ്രസിന്റെ കരുത്തിതാണ്. പക്ഷേ 2021 പുനഃസംഘടന ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. 4 വൈസ് പ്രസിഡന്റുമാർ, 21 23 ജനറൽ സെക്രട്ടറി. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടപ്പോൾ കോൺഗ്രസിന് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു പോസ്റ്റ് മതി. KPCC ജനറൽ സെക്രട്ടറിയാണ്. 58 നാട്ടിലൊക്കെ പറഞ്ഞു ആ നാട്ടിൽ പറഞ്ഞു നടക്കാനുള്ള ഒരു കുറ്റി അടിക്കാമല്ലോ, റെസീറ്റ് കുറ്റി. ഇതാണ് സാർ പ്രധാനം. KPCC ജനറൽ സെക്രട്ടറി ആണെന്നും പറഞ്ഞു അടുത്ത പ്രാവശ്യം സർക്കാർ കിട്ടിക്കഴിഞ്ഞാൽ ബഹുവിശേഷമാണ്. ഞാനാണ് ജനറൽ സെക്രട്ടറി. ഈ പാവപ്പെട്ട ആളുകൾ ഓർക്കുന്നില്ല ഈ ജനറൽ സെക്രട്ടറിമാർക്ക് ഒരു കാര്യവും ഇല്ല എന്ന് ജനത്തിനറിയില്ലല്ലോ, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും ജംബോ കമ്മിറ്റിയാണ്. ഈ ജംബോ കമ്മിറ്റി പറക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.